ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ സ്നോ എക്സ്പീരിയൻസ് ചെയ്യുന്നതും പിന്നെ തിരിച്ച് നമ്മൾ ദുബായിൽ എത്തുന്ന വരെയുള്ള വിശേഷങ്ങളുമാണ്. അപ്പോൾ ഇത് നമ്മൾ ജോർജിയ പോയ വിശേഷങ്ങളുടെ ഫൈനൽ പാർട്ടാണ് കേട്ടോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്നു ആൻഡ് മീ. പിന്നെ ഇതുപോലുള്ള ഫുള്ളി ഇങ്ങനെ സ്നോ കവേർഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മളിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ഫുൾ വൈറ്റ് കളറാണല്ലോ കാണുന്നത്. അപ്പം നമ്മൾ കണ്ണിന് അത്ര നല്ലതല്ല അതിലേക്ക് നോക്കുന്നത്. അപ്പം ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുട്ടികൾക്കാണെങ്കിലും സൺഗ്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മളെല്ലാവരും സൺഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ ഈ ഒരു പ്ലേസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഉഷ്കുളിയിൽ നിന്ന് റാച്ചിലേക്ക് പോകുന്ന വഴിയുള്ള ഒരു റൂട്ടാണ്. അപ്പോൾ ഇത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത റൂട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ആ വഴി നമ്മൾ പോയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ സ്നോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത് കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ഉള്ളത് ഉഷ്കൂലിന്ന് റാച്ചെ പോകുന്ന വഴിയിലാണ്. ഒരു എന്താ പറയാ ഭംഗിയുള്ള സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. റെസ്ക്യൂ മിഷൻ പണിപാളി, റെസ്ക്യൂ മിഷൻ ഷൂ പോയി. പൊട്ടിക്കുമ്പോ നമ്മള് ഐസിന്റെ പൂതി മൊത്തം മാറിയില്ലേ? സമ്മതിച്ചേരി മാറിയില്ല. അങ്ങനെ നമ്മൾ സ്നോയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. ഇനി അവിടെ നമ്മൾ നേരെ റാച്ചയിലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇടയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ നിർത്തിയായിരുന്നു. ആ ഒരു റെസ്റ്റോറൻറ്റ് ഇരുന്ന പ്ലേസും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ട്, അതും ഞാൻ കാണിക്കാം. ഹോട്ടാണ്, വെയിറ്റ്. ബീഫ് വേണോ, ചീസ് വേണോ, ബീഫ് വേണോ? ഞാൻ ഓടില്ല. അച്ചേടാ എന്താലേ അതായത് ഓ ഗൈസ്, നിങ്ങൾ ഇത് നോക്കൂ. അതന്നെ, എന്താണ് അഭിപ്രായം? പറയൂ. പറയാൻ വാക്കുകളില്ല, കിട്ടുന്നില്ല ഗൈസ്. അതെ, നമുക്കിനി പോകണ്ട, നാളെ കയറണ്ട, ഫ്ലൈറ്റ് കയറണ്ട. അതെ 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 ഇതൊക്കെ
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വന്നത് ഇങ്ങനെ ഒരു ലേക്ക് സൈഡിലേക്കാണ്. അപ്പോൾ ഈ റാച്ചയിൽ നിന്ന് നമ്മളിനി നേരെ കുത്തൈസിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുത്തൈസി എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് നാളെ രാവിലെ ഫ്ലൈറ്റ് ഉള്ളത് ദുബായിലേക്ക്. അപ്പോൾ പോകുന്ന വഴി ഇങ്ങനെ ഒരു നല്ലൊരു പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെയും കൂടെ ഇറങ്ങി ഇവിടെയും കൂടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മളൊരു രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും കുത്തൈസിൽ വന്നു കേട്ടോ. അങ്ങനെ കുത്തൈസിൽ വന്നു, നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റൊക്കെ അവിടെ നിന്ന് കണ്ടുപിടിച്ചു. നമ്മൾ ഡിന്നറൊക്കെ കഴിക്കാൻ കയറി. നടക്കണുണ്ടോ? തൊപ്പിയൊക്കെ നനഞ്ഞിരിക്കുക. തൊപ്പി എടുക്കണേ ഉള്ളേ ഭാഗത്ത് ഉള്ളിലേക്ക് കയറാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ അന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാം കേട്ടോ. പിന്നല്ല അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അന്ന് നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ അവിടുത്തെ റിസപ്ഷനിലിരിക്കുന്ന ആട്ടോ ഈ കാണുന്നത്. ഇതാട്ടോ നമുക്ക് കിട്ടിയ റൂം. നമ്മൾ ഏകദേശം ഒരു 12:30 ആയപ്പോഴത്തേക്കും നമ്മൾ റൂമിലെത്തി. ഇനി നാളെ രാവിലെ 10 മണിക്കാണ് ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു രാവിലെ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എണീറ്റു. എന്നിട്ട് നമ്മളെല്ലാം കൊണ്ടുപോകാനൊക്കെ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നു ഈ ടൈമിൽ നല്ല ഉറക്കമായിരുന്നു. അവളെ ഞാൻ ഉണർത്തിയില്ല. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് സാവധാനത്തിൽ ഉണർത്താമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും റെഡിയായി ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. കഴിഞ്ഞു. ഞങ്ങൾ ജോർജിയോട് വിട പറയാൻ പോവുകയാണ്.
ഇതാണ് സാഡ് പാട്ട്. അതെ, കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു, പോവായി. നായാലും നമുക്ക് പോവാം തിരിച്ച്. നായാലും പോവാം, ദുബായിക്ക് പോവാം തിരിച്ച്. ഫോട്ടോ എടുക്കാമോ? ഇതിലെടുത്താ മതിയോ? അത് കട്ട് ചെയ്യട്ടെ ഞാൻ ഒരു മിനിറ്റ്. അപ്പൊ യാത്ര നെക്സ്റ്റ് യാത്ര ആലോചിക്കാം. അങ്ങോട്ട് പോവാം. ബൈ ബൈ, ടേക്ക് കെയർ. ഓക്കെ, ബൈ. കാണാം. Bye bye. See you. Bye bye. See you. Bye bye. Bye bye. Nailu, bye bye. See you. Bye bye. അതിനകത്തന്നെ ഗ്ലാസ്. എന്താ കുടിക്കുന്നേ? അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിലെത്തി. അപ്പം അനഘയും നിതിനും ഓൾറെഡി അബുദാബി തന്നെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവർ പോവാണ്. അപ്പം നമ്മളിനി ഇവിടെ നിന്ന് ദുബായിലേക്കും പോവാണ്. നൈലു ടാറ്റാ. ടാറ്റാ. ശരി, ബൈ. അങ്ങനെ അനഘയും ഇതിനും പോയി കഴിഞ്ഞാൽ നമ്മളും നേരെ ദുബായിലേക്ക് പോയി. അങ്ങനെ പോകുന്ന വഴി നമ്മൾ ഇടയ്ക്ക് ഇറങ്ങി ലഞ്ചൊക്കെ കഴിച്ചു. എന്നിട്ട് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിച്ചുവിനെ ശർമ്മയുടെ ഫ്ലാറ്റിലേക്ക് പോയി. അങ്ങനെ നമ്മൾ വിച്ചുവിനെ ശർമ്മയുടെ ഫ്ലാറ്റിലെത്തി. നമ്മുടെ കാറപ്പോൾ നമ്മൾ അവിടെ ഇട്ടിട്ടാണല്ലോ പോയത്. അപ്പോൾ നമ്മുടെ കാറിലേക്ക് നമ്മുടെ ലഗേജും ഒക്കെ മാറ്റിയിട്ട് നമ്മൾ പതുക്കെ അവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി. ഓക്കെ, ബൈ. ഇത് നമ്മൾ കാറ് കുറേ ദിവസം എടുക്കാതെ കിടന്നുകൊണ്ട് കാറ് ഫുൾ പൊടിയായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി വി ജസ്റ്റ് കെയിം ബാക്ക് ഫ്രം ജോർജിയ എന്ന് ചുമ്മാ എഴുതി വെച്ചേക്കുന്ന കേട്ടോ ഇത്. അപ്പം ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ ജോർജിയയിൽ പോയ വിശേഷങ്ങൾ. അപ്പം ലാസ്റ്റ് പാർട്ട് ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. നമ്മൾ അതിനിടയ്ക്ക് നാട്ടിലൊക്കെ വന്നതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ കുറച്ച് നാട്ടിലൊക്കെ വന്നതിൻ്റെ ഒക്കെ ആയിരിക്കും. അപ്പം അതും ഞാൻ പുറകെ ഇടാം. അപ്പം ഓക്കെ, ബൈ.